ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ വെക്കേഷനൊക്കെ ഇല്ല, അപ്പോൾ എൻ്റെ കുഞ്ഞുമായി മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകിട്ടല്ല ഉച്ചയ്ക്ക് ഇറങ്ങാനിരുന്നതാണ്. ആക്കുളം പാർക്കിൽ ടൂറിസ്റ്റ് വില്ലേജിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാനിരുന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ടു എന്തൊക്കെയൊക്കെയോ കൊണ്ട് നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് പിന്നെ ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും പഴയ പോലെ ചായയൊക്കെ ഇട്ട് കുടിച്ചപ്പോഴത്തേക്കും മഴ നന്നായിട്ട് തോന്നുന്നു. എങ്കിൽ പിന്നെ ലുലുവിലെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചത് ആക്കുളത്ത് പോകാമെന്നല്ലേ, അവിടെ തന്നെ പോകാമെന്ന്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് വിൽപ്പനയ്ക്കാണെന്ന് തോന്നുന്നു, കാരണം പ്രൈസൊക്കെ എഴുതിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വെറുതെ നമുക്ക് കണ്ടൻ്റാണല്ലോ മുഖ്യം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നതാണല്ലോ മുഖ്യം. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഭയങ്കര റേറ്റൊന്നുമില്ല, വളരെ കുറവായിട്ടാണ് എനിക്ക് അറിയത്തില്ല എക്കാണ് എടുത്തത്. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ഈ മഴ കാരണം ബാക്കി അല്ലാണ്ട് ഇങ്ങനെ കളിക്കുന്നതല്ലാണ്ട് ബാക്കിയെല്ലാം അവർ നിർത്തി വെച്ചേക്കുമായിരുന്നു. നല്ല മഴ പെയ്ത് ഇവിടെ നല്ല മഴ പെയ്ത്. ബാക്കിയുള്ള സ്ഥലം എനിക്കറിയത്തില്ല. പിന്നെ ശനിയാഴ്ചയും കൂടെ അല്ലേ, അപ്പോൾ കാരണം എല്ലാവർക്കും ഓഫ് ഡേയ്സ് അല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ അന്ന് കയറിയതിൻ്റെ ഓർമ്മയിലാണോ എന്തോ എൻ്റെ മോള് എന്ന് കാണിച്ച്. അങ്ങനെ പിന്നെ അവളെ ഇരുത്തി അവരുടെ കൂടെ കയറിയിരുന്ന് ഞങ്ങൾ ചുമ്മാ കറക്കി. ഒരു കറക്കം കറക്കിയപ്പോഴേ എനിക്ക് നല്ല രീതിയിൽ തല കറങ്ങി. അങ്ങനെ ഞാനങ്ങ് നൈസിന് മാറി. പിന്നെ അവന് സ്പീഡിന് കറങ്ങണമെന്ന്, അങ്ങനെ അവന് നല്ല സ്പീഡിന് കറക്കിയപ്പോൾ അവൻ തന്നെ ചാടി ഇറങ്ങി ആ സ്പീഡൊന്ന് പറഞ്ഞപ്പോഴത്തേനും. പിന്നെ പിള്ളേർ തന്നെ കളിച്ചത്, പക്ഷെ എല്ലായിടത്തും ഭയങ്കര ചെളിയായിരുന്നു. അപ്പം ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേനും നേരെ വന്ന് വീണ് ചെളി വെള്ളത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്നാലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് അൽഹംദുലില്ലാ. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അങ്ങനെ ഇതിൽ നേരെ ചെന്ന് വീണ ചെളി വെള്ളത്തിലാണ്, അതുപോലെ നോക്കാതെ അവൻ കയറിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഊഞ്ഞാലാടാൻ വിചാരിച്ച് വന്നപ്പോഴത്തേനും അവിടെയും ചെളിയുള്ളൂ. ആ ഒരു വിഷമമാണ്. ഞാൻ എന്ത് വിചാരിച്ചാലും എൻ്റെ അവസ്ഥാനം ഇങ്ങനെയാണല്ലോ എന്നുള്ള, അതാണ് എൻ്റെ ആ മുഖത്തിങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഓരോന്നിലും ഇങ്ങനെ കളിച്ചിട്ട് എന്താ ഡ്രസ്സ് മൊത്തം അലമ്പാക്കി. ആ മഴയുടെയും ചെളിയുടെ ഇടയിൽ. പിന്നെ മോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവളെ കൊണ്ട് പറ്റുന്ന ചെറിയതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പോവാന്നായി. അവൻ വരുന്നില്ല എന്നായി. പ്രത്യേകിച്ച് ഇതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതും പിന്നെ വേറൊന്നുണ്ട്. അപ്പോൾ എന്നെയൊക്കെ നന്നായിട്ട് വാരുന്നുണ്ടായിരുന്നു. എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതെല്ലാം ഞാൻ തീർത്തോളാം അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കൊച്ച് എല്ലാവരും കളിക്കുന്ന എന്നെ നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യാതെ എന്നുള്ള ഇതായിരുന്നു അവൾ. കൊച്ചിൻ്റെ ഫേസിലൊക്കെ ഒരു വിഷമമായിരുന്നു. എന്നെ ഒന്ന് ഇറക്കി വിടൂ. പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചപ്പോൾ അവളന്ന് ഓക്കെ ആയി. പിന്നെ ഇതിൽ കയറ്റിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ ഞാൻ ആടുന്നെന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഈ ട്രെയിൻ കണ്ടത്, ഞങ്ങൾ ചെന്ന സമയത്ത് മഴ കാരണം കണ്ട മറ്റൊരു നിർത്തി വെച്ചേക്കായിരുന്നു. എങ്കിൽ പിന്നെ ഇതിന് ടിക്കറ്റ് എടുത്തിട്ട് കൊച്ചുങ്ങൾ അതിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അതിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നായി. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കും അവസരം കൊടുക്കാതെ അവൻ തന്നെ ഫുള്ള് അതിലായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും പൊക്കിയെടുത്തോണ്ടാണ് വന്നത്. പൊക്കിയെടുത്തോണ്ട് അവനെ കൊണ്ട് അതിൽ കയറ്റിയപ്പോഴത്തേനോ വേറെ ആരും വന്നില്ല. പുള്ളി ഇത്തിരി 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറിയിരുന്നു. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അവൻ അങ്ങ് തുടങ്ങി. പിന്നെ എല്ലാം മോളെ കൂടെ തരാമെന്ന് പറഞ്ഞ് അവളെ കുറച്ച് നേരം അതിൽ വെച്ചിരുന്ന് അവർ വെച്ചുകൊണ്ടിരുന്നു, കാരണം ബാക്കിയുള്ള എല്ലാവരും വരണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ട്രെയിൻ വിട്ട സമയമായപ്പോൾ മോളെ ഞങ്ങൾ ഇങ്ങെടുത്ത്, ഇൻ കേസ് അഥവാ അവൾ കരഞ്ഞാലോ അതുകൊണ്ട് അവളെ ഇങ്ങെടുത്ത്. പിന്നെ ഇത് 2 റൗണ്ടാണ്. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ആ ടൈമിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവന് വരാൻ വയ്യ, ഇവക്ക് വീട്ടിലും പോകണം, ആ ഒരു സിറ്റുവേഷനായി. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങുന്ന ടൈമായപ്പോൾ ബാക്കി എല്ലാവരും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്, മഴ കാരണം നിർത്തി വെച്ചതെല്ലാം അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിഷു അല്ലായിരുന്നു, പുറത്ത് വിഷു ഫോട്ടോഷൂട്ട്, വിഷു ഫാഷൻ ഷോ, അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച എനിക്ക് പിന്നെ ലുലുവിൽ പോവാം, വേറെ കഴിയില്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ ആലോചിച്ചപ്പോൾ പെട്ടെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ലുലുവിൽ വന്നു. ആക്കുളത്തിൻ്റെ നേരെ പോയ ലുലു ആണല്ലോ. അപ്പോഴത്തേനും ആശാന് നല്ല ക്ഷീണമെന്ന് പറഞ്ഞ് ആശാനൊക്കെ കിടന്നിട്ട് പറയണത് വീട്ടിൽ പോകാൻ അവന് ഉറക്കം വരുന്നുണ്ട്. പിന്നെ ലുലുവിൽ ചെന്നപ്പോൾ എൻ്റെ മുന്നേ ഭയങ്കര തിരക്ക്. വെക്കേഷൻ്റെയും വിഷുവിൻ്റെയും ശനിയാഴ്ച ഓഫ് ഡേയുടെയും എല്ലാ തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ചോദിക്കാണ് ഇവിടെ വല്ലതും വെറുതെ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഇവിടെ വല്ലതും വെറുതെ തന്നിട്ടാണോ നമ്മളിവിടെ കയറി ഇറങ്ങുന്നത്? അല്ലല്ലോ,
എല്ലാവർക്കും എല്ലാം കിട്ടുന്നൊരു ഓപ്ഷൻ ഒരു ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരു കൂടുതൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് മോളെയും കൊണ്ടുപോകാൻ, എനിക്ക് ഫീഡ് ചെയ്യാൻ, അവളെ ഉറക്കാൻ, അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഈ 100 കട കയറി ഇറങ്ങാണ്ട് മേടിക്കാൻ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല ഇത് പറയുമ്പോൾ എമ്മയൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ട് അവിടെ ഭയങ്കര റേറ്റ് അല്ലേ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വലിയ റേറ്റ് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് സെയിമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരുപാട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഹൈപ്പർ എന്നാണ് ഞങ്ങളിന്ന് ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ ഹൈപ്പറിൽ നിന്ന് മറ്റേ ചിക്കൻ നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്. വേറൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഇന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കൻ മേടിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആയപ്പോൾ തീർന്നു പോയി. ആകോട്ടെ പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്ലേറ്റൊക്കെ മേടിച്ച് ചപ്പാത്തി ഞാൻ എക്സ്ട്രാ മേടിച്ചു. പിന്നെ വേറെ എന്തുവാ അങ്ങനെ എന്തൊക്കെയോ എക്സ്പ്രസ് കൗണ്ടറിൽ നിന്നാണ് ഞങ്ങൾ ബില്ല് ചെയ്തത്. അപ്പോൾ 10 ഐറ്റംസ് താഴെങ്കിൽ 10 ഐറ്റംസ് അങ്ങനെ എന്താ മേടിച്ചുള്ളൂ. അതിലെന്തൊക്കെ മറ്റേ സാമ്പാർ കട്ടിങ്സ് വാങ്ങിച്ചു. പിന്നെ ഹൈപ്പറിൽ വിഷുവിൻ്റെ ഒരിതുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട എല്ലാം എനിക്ക് കണിക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അവർക്കിതൊക്കെ ഇഷ്ടമാണ്. എപ്പോഴൊന്നുമല്ലോ വല്ലപ്പോഴല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴെ എന്തോ റീഡിങ് ഫെസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ലുലുവിൽ. അങ്ങനെ ഞാൻ ഈ ബുക്ക് തിരക്കി നടക്കുമായിരുന്നു, റാം കെയർ ഓഫ് ആനന്ദി. ആമസോണിലൊക്കെ ഉണ്ട്, മേടിക്കണോ വേണ്ടേ. ഞാനിപ്പോൾ കുറേ നാളെ അങ്ങനെ ബുക്ക്സ് മുമ്പ് ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു, ഇപ്പോൾ വായിക്കാൻ അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷുക്കണി പോലെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കൊള്ളായിരുന്നു. അത് അടിപൊളിയായിരുന്നു, കാണാനൊരു റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്, 6 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ.